ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്ന് പുനരാരംഭിക്കുകയാണ്. 3 സ്പോട്ടുകളാണ് ഇനി ഐഡന്റിഫൈ ചെയ്തതിൽ ബാക്കിയുള്ളത്. അവിടെയായിരിക്കും പരിശോധന. കൂട്ടത്തോടെ മൃതദേഹം കുഴിച്ചിട്ടെന്ന മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന കാര്യമായ തെളിവൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനിടെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ SIT സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. അർജുൻ കല്യാട് ചേരുന്നു ധർമ്മസ്ഥലയിൽ നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. കുഴിച്ച് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളൊക്കെ തീരാറായി, പക്ഷേ കാര്യമായൊന്നും കിട്ടിയില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇനി അങ്ങോട്ടുള്ള പരിശോധന എങ്ങനെയായിരിക്കും? സാക്ഷി ഇപ്പോൾ എവിടെയുണ്ട്? ഗുഡ് മോർണിംഗ് സുജിയ പാർവതി. എന്തായാലും കുഴിക്കും തോറും തന്നെ ദുരൂഹത വർദ്ധിക്കുകയാണ് ധർമ്മസ്ഥലയിൽ. ഇതുവരെയും കാര്യമായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതും ഈ കേസിൽ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു തെളിവും കണ്ടെത്താത്ത, അല്ലെങ്കിൽ ഒരു തെളിവും കാര്യമായി കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത SIT സംഘത്തിന് മുന്നിൽ പ്രധാനമായും ഇനി ഉള്ളത് 3 സ്പോട്ടുകളാണ്. 10 സ്പോട്ടുകൾ ഇതിനകം തന്നെ കുഴിയെടുത്ത് അവിടെ ഉൾപ്പെടെ പരിശോധന നടത്തിക്കഴിഞ്ഞു. 6ാമത്തെ സ്പോട്ടിൽ മാത്രമാണ് കുഴിയിൽ നിന്നും കാര്യമായ രീതിയിലുള്ള ഒരു തെളിവ് ലഭിച്ചത്. ഇനിയിപ്പോൾ പരിശോധന നടത്താനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന ഈ പച്ച ഷീറ്റൊക്കെ കെട്ടിയത് ഈ പറയുന്ന സ്പോട്ടുകൾ മറച്ചു വെച്ചേക്കുന്നതാണ്. മാധ്യമങ്ങളെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും ഇതിനകത്ത് നടക്കുന്ന പരിശോധനയും തിരച്ചിലുമൊന്നും അറിയാതിരിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ് ഈ പച്ച ഷീറ്റ്. ഇതിനകത്താണ് 11ാമത്തെ സ്പോട്ടുള്ളത്. 12ാമത്തെ സ്പോട്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ ആണ് 12ാമത്തെ സ്പോട്ടുള്ളത്. സ്വാഭാവികമായും ഈ 2 സ്പോട്ടുകളാണ് സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്പോട്ട്. ഇന്ന് ഒരുപക്ഷെ തിരച്ചിൽ നടക്കാനുള്ളത് ഈ 2 സ്പോട്ടിലായിരിക്കും. അതായത് 11ലും 12ലുമായിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുക. 13ാമത്തെ സ്പോട്ട് നിൽക്കുന്നത് സ്നാൻഘട്ടയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇന്ന് തിരച്ചിൽ നടത്താൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴ പെയ്ത് കിടക്കുന്നത് പോലെ ഉണ്ടല്ലോ സ്പോട്ടുകളിലൊക്കെ. ഇപ്പോൾ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കാണാം. ഇന്ന് കുഴിക്കാൻ പോകുന്ന സ്പോട്ട് ഇതായിരിക്കും അല്ലേ സുജിയ? ഇത് 12ാമത്തെ സ്പോട്ടാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 12ാമത്തെ സ്പോട്ടാണ്. തൊട്ട് അടുത്ത് തന്നെ ആ പച്ച ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്താണ് 11ാമത് സ്പോട്ടുള്ളത്. അപ്പോൾ അവിടെ ആദ്യം തിരച്ചിൽ നടത്തും, അതിനുശേഷം 12ാമത്തെ സ്പോട്ടിലേക്ക് എത്തും. ഇന്ന് ഏകദേശം ഈ 2 സ്പോട്ടുകളും പരിശോധന നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും അതിശയമെന്ന് പറയുന്നത് ഇത്രയും ഗുരുതരമായി 100 കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി എന്ന് പറഞ്ഞിട്ടും 6ാമത്തെ സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു 14 അസ്ഥി കഷ്ണങ്ങളാണ് ലഭിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുൾപ്പെടെ ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യ അസ്ഥിയുടെ ഭാഗം തന്നെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശരീരത്തിൻ്റെ തന്നെ ഭാഗങ്ങളാണോ എന്നതുൾപ്പെടെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആധികാരികമായി പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ കാലാവസ്ഥ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ ഉൾപ്പെടെ ഈ പരിശോധനയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. കാരണം ശക്തമായ രീതിയിൽ മഴ പെയ്യുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഉദ്ദേശിക്കുന്ന വേഗതയിൽ ഇതിൻ്റെ പരിശോധന പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ദുരൂഹത വലിയ രീതിയിൽ ബാക്കിയാണ് സുജിയ. ഈ സാക്ഷി ഇത്രയും ഗുരുതരമായ രീതിയിൽ ആരോപണം പറയുന്നു, ഓരോ സ്പോട്ടുകളും കൃത്യമായ രീതിയിൽ മാർക്ക് ചെയ്യുന്നു. പക്ഷേ ഇതുവരെ പരിശോധിച്ച 10 സ്പോട്ടുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഒരു തെളിവ് കണ്ടെത്തിയത്. ബാക്കിയുള്ള 9 സ്പോട്ടുകളിലും കാര്യമായ ഒരു തെളിവ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ SIT സംഘത്തിന് എതിരെ പോലും SIT സംഘാംഗമായിട്ടുള്ള സിർസി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൗഡയ്ക്കെതിരെ ഉൾപ്പെടെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായും ഈ സാക്ഷിയുടെ അഭിഭാഷകനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇയാളെ ഭീഷണിപ്പെടുത്തി ഈ പരാതിയിൽ നിന്ന് പിൻവലിക്കാനുള്ള ശ്രമം നടക്കുന്നു, കൊല്ലുമെന്ന് പോലും ഭീഷണി ഉണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യം അവിടെ നിൽക്കുന്നു. അതേസമയം തന്നെ തെളിവുകളൊന്നും കാര്യമായി കിട്ടാത്തതും അന്വേഷണത്തിൽ പ്രതിസന്ധിയാവുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്നുള്ള തത്സമയ അപ്ഡേറ്റുകളാണ് അർജുൻ കല്യാടും റിപ്പോർട്ടർ വാർത്താ സംഘവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.